ഏതെങ്കിലും ഒരു വലിയ ചാനൽ നടത്തുന്ന 100-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയൊരു അവാർഡ് നൈറ്റോളം ഒപ്പം എത്തി നിൽക്കുകയാണ് നമ്മുടെ ഷോ. ഇനിയും ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമസ്കാരം, സുഖല്ലേ? ഓക്കെ, ആ ലൈറ്റ് ഇടുന്ന ചേട്ടന്മാരോട് ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. ലൈറ്റൊക്കെ ഇത്തിരി കൂടുതൽ ഇട്ടേക്കണം. വന്നേക്കണത് മനോജ് ഗിന്നസ് ആണ്. അല്ല, മനസ്സിലായില്ല. അല്ല, നല്ല കളറാണല്ലോ, ആൾക്കാരൊക്കെ ശരിക്കും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത്. എടാ, നീ കറുപ്പിനെ അങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ല. എന്താ? എടാ, കറുപ്പിന് 7 അഴകാണ്. പക്ഷെ ബാക്കി 93 വെളുപ്പിനാണ്. നീ എത്രയിലാ കൂട്ടിയേ? ഞാൻ 100-ല്. ഞാൻ 10-ലാ കൂട്ടിയേ. 7 ഞങ്ങൾക്കും 3 നിങ്ങൾക്കും. എടാ, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ഈ ആനയുടെ നിറം എന്താ? കറുപ്പല്ലേ? ആ, അത് സമ്മതിച്ചു. പക്ഷെ ആനയുടെ ശരീരത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് ആനക്കൊമ്പ്. അതിന്റെ നിറം വെളുപ്പല്ലേ? സമ്മതിച്ച്. എടാ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ്. ഈ കണ്ണിന്റെ കൃഷ്ണമണിയുടെ നിറം എന്താ? കറുപ്പല്ലേ? സമ്മതിച്ച്. പക്ഷെ ഈ കൃഷ്ണമണി ഇരിക്കുന്ന പ്രതലത്തിന്റെ നിറം വെളുപ്പല്ലേ? സമ്മതിച്ച്. എടാ, പുരുഷ ലക്ഷണം മീശ. ഈ മീശ കറുപ്പല്ലേ? പക്ഷെ ഈ മീശയുടെ തൊട്ട് താഴെ ഇരിക്കുന്ന പല്ലിന്റെ നിറം വെളുപ്പല്ലേ? സമ്മതിച്ച്. മീശയുടെ കാര്യം ഒന്നും പറയണ്ട, വെളുത്ത മീശ വെച്ച ആൾക്കാരും ഉണ്ട്. വെളുത്ത മീശ എല്ലാവരും കറുപ്പിക്കാറ പതിവ്, അല്ലാണ്ട് കറുത്ത മീശ ആരും വെളുപ്പിച്ചുകൊണ്ട് നടക്കാറില്ല. അത് ശരിയാണ്. വെളുപ്പിച്ചോ. നേരം വെളുത്ത ഈ വെളുക്കുമ്പോ കുടിക്കുന്ന ചായയിൽ ഒഴിക്കുന്ന പാലിന്റെ നിറം വെളുപ്പല്ലേ? പക്ഷെ ഈ പാല് കറക്കാൻ പറ്റുന്ന മുരുകനെണ്ണാച്ചി കറുപ്പല്ലേ? അല്ലേ? അത് കറക്റ്റാണ്. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ എടുത്തു നോക്കാം. അവരിട്ടേക്കണ കുപ്പായത്തിന്റെ നിറം വെളുപ്പല്ലേ? കുപ്പായം വെളുത്തോട്ടെ, പക്ഷെ അവരുടെ മനസ്സ് കറുപ്പല്ലേ? അല്ലേ? അത് ശരിയാണ്. വെളുപ്പിനെ കുറിച്ച് കറുപ്പിനെ കുറിച്ച് എത്ര പാട്ടാ ഉള്ളത്? എത്ര? എണ്ണക്കറുപ്പിന്റെ 7 അഴക്, കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളറ്. വെളുപ്പിനെ കുറിച്ച് വല്ല പാട്ടുണ്ടോ? വെളുപ്പിനെ പാട്ടുണ്ട്. ഏത് പാട്ട്? സുപ്രഭാതം. വെളുപ്പിനെ പാടുന്ന പാട്ടല്ലേ സുപ്രഭാതം? അങ്ങനെ അതാണ് പറയണത്. ഞങ്ങൾ വെളുത്ത വർഗ്ഗക്കാർക്ക് കഴിക്കാനുള്ള മദ്യം വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് മദ്യം? വൈറ്റ് മിസ്റ്റീഫ്. അങ്ങനെയാണ് ഞങ്ങൾ കറുത്തവർക്ക് മദ്യമുണ്ട്. എന്തെന്ന്? ബ്ലാക്ക് ലേബൽ. ഇനി എല്ലാവരും എൻ്റെ കൂടെ ഒരുമിച്ച് പാടണം. പാടോ? ഓടണ്ട ഓടണ്ട ഓമന പൂമുഖം, ഓമന പൂമുഖം, ഓമന ചുണ്ടത്തൊരു. ഈ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാ ആൾക്കാരും ഇങ്ങനെ ഇരിക്കുള്ളൂ. ആ ബാക്കിൽ നിന്ന് വന്ന ശബ്ദം കേട്ടോ എന്ത് രസമാണെന്നറിയാമോ? ഞാനും ബാക്കിൽ നിന്ന് വന്ന ആളാണ്, അതുകൊണ്ട് തന്നെയാണ് ആ ആരോഗ്യമുള്ളൊരു ശബ്ദം കേട്ടോ. എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് രാമൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ഏറ്റുപാടുന്ന ആളാണ്. പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായാൽ പോലും ഏറ്റവും ആദ്യം അവസരം തന്നത് നാദൃശ്യാണ്. ഒരു കാസറ്റിൽ പാടാനുള്ളൊരു അവസരം തന്നത്. അതൊരിക്കലും നാദൃശ്യോട് എന്താ പറയുക, നന്ദി എപ്പോഴും കടപ്പെട്ടിരിക്കുകയാണ്. ആ പാട്ട് തന്നെയാണ്. വടക്കോട്ട് പോയി മാവുമ്മ മാങ്ങ തുശുമ കൂന്താര, ആ തെക്കോട്ട് പോയി മാവൊന്നു കണ്ടേ തുശുമ കൂന്താര, അടി പൂളുമ്മ പൂളുമ്മ ചുമപ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ടാടി, ആ പൂളുമ്മ പൂളുമ്മ ചുമപ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ടാടി, ആ വടക്കോട്ട് പോയി മാവുമ്മ മാങ്ങ തുശുമ കൂന്താര, ആ തെക്കോട്ട് പോയി മാവൊന്നു കണ്ടേ തുശുമ കൂന്താര. എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് സമ്മാനം കിട്ടിയത് ഗൾഫിൽ പോയപ്പോൾ എനിക്കൊരു ടേപ്പ് റിക്കാർഡ് വാങ്ങിച്ചു തന്നു. അന്ന് എല്ലാ മിമിക്രിക്കാർക്കും ജുബ്ബയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് മാത്രം എനിക്കൊരു ആഗ്രഹമായിരുന്നു. ജുബ്ബ ഇടുമ്പോൾ എൻ്റെ കഴുത്ത് കറുത്തായതുകൊണ്ട് ഒരു മാല കിട്ടാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ഗിഫ്റ്റായിട്ടൊരു മാലയും കിട്ടി അവിടെ നിന്ന്. പക്ഷെ ആ മാലയൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര എന്തോ കിട്ടിയ പോലൊരു ഇതാ നിന്നിട്ട് എനിക്ക് അന്ന് കിട്ടിയത് ഒരു ടേപ്പ് റിക്കാർഡ് കിട്ടി. ആ ടേപ്പ് റിക്കാർഡ് കിട്ടി ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് ഞാൻ പാടിയൊരു പാട്ട് കേട്ടിട്ട് എൻ്റെ ചേട്ടൻ ആ ടേപ്പ് റിക്കാർഡ് തല്ലി പൊളിച്ചു. അപ്പം അതിനെന്തോ അർത്ഥം ഉണ്ടെന്നുള്ളതാണ്. ചേട്ടൻ്റെ പേര് ആ പാട്ടിൽ ഉണ്ടായിന്നാണ് പറയണത്. നീ എന്തിനാ ഈ പാട്ടുകളൊക്കെ പാടി മനുഷ്യനെ പുറത്തിറങ്ങാൻ നടക്കാണ്ടാക്കിയിട്ട് തേങ്ങപ്പൊരി? ആ ടേപ്പ് റിക്കാർഡ് തല്ലി പൊളിച്ചു. ആ പാടിയ പാട്ട് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുധാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുധാ, പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുധാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുധാ, പെണ്ണ് കെട്ട കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും, പെണ്ണ് കെട്ട കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും,
കഴിഞ്ഞു മതി കളി വേലായുധ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുധ. എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായുധ. പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും കാര്യം കഴിഞ്ഞു മതി കളി വേലായുധ. കാര്യം കഴിഞ്ഞു മതി കളി വേലായുധ. പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങള് പോലീസായി ജാമ്യം കിട്ടുമ്പോൾ ലൈപ്പാകും വേലായുധോ. ജാമ്യം കിട്ടുമ്പോൾ ലൈപ്പാകും വേലായുധ. പകല് മുഴുവൻ പണിയെടുത്ത് പകല് മുഴുവൻ പണിയെടുത്ത് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാകല്ലേ വേലായുധ. എന്റെ മോളെ കഷ്ടത്തിലാകല്ലേ വേലായുധ. എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ നിന്നെ കാണാൻ. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ നിന്നെ കാണാൻ. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ച കോൻ ബനേഗ കറോർപതിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. क्या आप जानते हैं 1 करोड़ रुपए कमाने के लिए कितना वक्त लग सकते हैं? 10 साल, 20 साल, 30 साल जी नहीं, कम से कम 50 साल लग सकते हैं. लेकिन यहाँ इधर 50 मिनटों में आप 1 करोड़पति बन सकते हैं. तो चलिए आप और हम खेलते हैं कौन बनेगा करोड़पति. ഇതേ പരിപാടി തന്നെ ഷാറുഖ് ഖാൻ അവതരിപ്പിച്ചു. അതെങ്ങനെയായിരുന്നു? क्या आप जानते हैं करोड़ रुपए कमाने के लिए कितना वक्त लग सकते हैं? 10 साल, 20 साल, 30 साल जी नहीं, कम से कम 50 साल लग सकते हैं. लेकिन यहाँ इधर 50 मिनटों में आप 1 करोड़पति बन सकते हैं. तो चले आप और हम खेलते हैं कौन बनेगा करोड़पति. പക്ഷേ ഇതിന് ശേഷം പിന്നെ കേരളത്തിലേക്ക് റിയാലിറ്റി ഷോ പടർന്നു പിടിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുള്ള ഒരാൾ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും, രഞ്ജിനി. ഒരു കുട്ടി പാടി കഴിയുമ്പോഴേക്കും ചിരിക്കുട്ടൻ ചേട്ടൻ വളരെ മനോഹരമായിരുന്നു, നല്ല ശ്രുതി, നല്ല താളം, പക്ഷെ മോനെ പെർഫോമൻസിനല്ല, പെർഫ്യൂമിനാ മാർക്ക് കേട്ടു. ഇത് കഴിയുമ്പോഴേക്കും ശരത് സാർ വന്നിട്ട് എന്താ പറയാ, മോനെ കുട്ടാ പാടുമ്പോഴേ സംഗതി പറയണം, അവിടെയൊക്കെ തുപ്പി വൃത്തിയിടാക്കും. സാരി കുറച്ചുകൂടി പൊങ്ങണം കൂട്ടാ. കുട്ടനോട് പറഞ്ഞാൽ നന്നായി, കുട്ടിയോടാണെങ്കിൽ വിവരം അറിഞ്ഞാനെ. ഇത് കഴിയുമ്പോഴേക്കും നമുക്കൊന്നും അറിയാത്ത ഇംഗ്ലീഷ് ഭാഷയിൽ ദീദി എത്തിയിട്ട് വാവ്, ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്, ബംബാസ്റ്റിക് ആൻഡ് യുവർ എലാസ്റ്റിക് വാസ് ലൂസ്, ഇങ്ങനെ പറഞ്ഞ് കരയിപ്പിച്ചുകൊണ്ടിരിക്കുക. 2020 എന്ന ചിത്രം ജനങ്ങളുടെ ഇടയിൽ റിയലായി ഹിറ്റായി. ഇതിൻ്റെ ആഘോഷം എറണാകുളത്ത് നടന്നു. വെടിക്കെട്ടിനെത്തിയത് നമ്മുടെ സിനിമാ താരങ്ങളായിരുന്നു. സിനിമാ താരങ്ങൾ വെടിക്കെട്ട് നടത്തിയാൽ എങ്ങനെയായിരിക്കും? ശ്രീ സുരേഷ് ഗോപി എലിവാണം വിടാനെത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സൂക്ഷിച്ചിരുന്നോ, എൻ്റെ കയ്യിലിരിക്കുന്നത് ചൂട്ടാണ്, ഞാൻ കത്തിച്ചുവിടാൻ പോകുന്ന എലിവാണം നിങ്ങളുടെ ഇടയിലേക്കൊക്കെ വരാം. ദാ വരുന്നു എൻ്റെ പേരിലുള്ള എലിവാണം.
വെടിക്കെട്ട് നടത്തിയപ്പോഴും പാപ്പുല്ലി ഉണ്ടായിരുന്നു. ഇനി മമ്മൂക്ക വന്നിട്ട് ഓലപ്പടക്കം പൊട്ടിച്ചാൽ എങ്ങനെയായിരിക്കും? എൻ്റെ കയ്യിലിരിക്കുന്നത് ചൂട്ടാണ്. ഞാനിത് മുന്നിലേക്ക് എടുക്കുന്നില്ല. എടുത്താൽ ഞാൻ കുത്തും, നിങ്ങൾക്ക് പൊള്ളും. ദാ ഓലപ്പടക്കം. നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ഉത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. നമ്മുടെ അയൽ ജില്ലയായ തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ കരകാട്ടം കാണാൻ സാധിക്കും. എന്തായാലും നിങ്ങളുടെ മുന്നിൽ എൻ്റേതായ ഒരു മാസ്റ്റർ പീസ് ഐറ്റം അവതരിപ്പിക്കുകയാണ്. കരകാട്ടം. കരകാട്ടവുമായിട്ട് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം തൊട്ട് എല്ലാം ചെയ്യുന്ന ശ്രീ ബാലചന്ദ്ര മേനോൻ ഒരു കരകാട്ടത്തിനോടൊപ്പം നൃത്തം വയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ബാലേന്ദ്ര മേനോൻ ഒരു കരകാട്ടവുമായി. കൊള്ളാം, പറ്റിയല മോളെ. കരകയറാൻ വേണ്ടി കരകാട്ടമല്ല, കരാട്ട വരെ ഞാൻ ചെയ്യും. എൻ്റെ അമ്മയാണ് സത്യം. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാറില്ല. സുരേഷ് ഗോപി കരകാട്ടവുമായിട്ട് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ശ്രീ സുരേഷ് ഗോപി. ഓർമ്മയുണ്ടോ ഈ മുഖം? കാണില്ലെന്ന് എനിക്കറിയാം. എന്നോടാ കളി അല്ല പിന്നെ. എന്തായാലും നന്നായിട്ട് നൃത്തം ചെയ്യാൻ അറിയാവുന്നത് ലാലേട്ടന് തന്നെയാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ കരകാട്ടവുമായിട്ട് എത്തിയാൽ എങ്ങനെയായിരിക്കും? പോടാ ദിനേശ, സവാരി. അയ്യോ കൊച്ചു കളി, ഒറ്റ അടി വെച്ചില്ല ഞാൻ. ഇനി മമ്മൂക്ക കരകാട്ടവുമായിട്ട് എത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം. വിക്രം ഡമ്മി എവിടെ? എല്ലാവർക്കും സുഖല്ലേ? ഈ പാട്ട് ശരിക്കും പറഞ്ഞ എൻ്റെ ജീവിതമാണ്, ഞാൻ അനുഭവിച്ച ഒരവസ്ഥയാണ്. ആ പാട്ടിൻ്റെ വരികൾ കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഉമ്പായി കുച്ചാണ്ട് പാണങ്കത്തണുമാ വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. ഉമ്പായി കുച്ചാണ്ട് പാണങ്കത്തണുമാ വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. വയറ് കത്യാളി എൻ്റെ കൊടല് കത്തണുമാ. പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴാർക്കണുമാ. അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ. ഞാനൊരു പൂക്കളിട്ടു, കാലത്തെൻ്റെ അമ്മയും പൂക്കളിട്ടു. അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളുണ്ട് പൂക്കളിട്ടു. അച്ഛൻ വന്നപ്പോ അച്ഛൻ്റെ മോള് കിണുങ്ങണുണ്ട്. എന്തിനടി മോളെ തല തല്ലിക്കരയണത്? ചോറ് ചോച്ചപ്പോ അമ്മ കീറു തന്നച്ചാ. ആ കീറു കിട്ടിപ്പോൾ എൻ്റെ പ്രാണം പോയച്ചാ. അച്ഛനെ വേണ്ടേടി
നിനക്ക് അത്താഴ വേണ്ടേടി, അത്താഴം വേണ്ടെനിക്ക് ദൈവേ, എൻ്റെ അച്ഛനെ മാത്രം മതി. ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ, വയല പൊട്ടിച്ച് മാപ്പുണ്ടാക്കണുമാ. വയറ് കറ്റാളി എൻ്റെ കൊടല് കത്തണുമാ, പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴാർക്കണുമാ. ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. ഒന്ന് രണ്ട് രാഷ്ട്രീയ താരങ്ങൾ ഇവിടെ ഒരു നാടൻ പാട്ടുമായിട്ട് എത്തുകയാണ്. നാടൻ പാട്ടുമായിട്ട് പ്രിയപ്പെട്ട മോഡേൺ താരം നാടൻ പാട്ടുമായിട്ട് എത്താണ്. ഏത് നാടൻ പാട്ടാണ് ആദ്യം എത്താൻ പോകുന്ന ആള്? എല്ലാവർക്കും വേണ്ടി കലാഭവൻ മണി പാടിയതിനേക്കാൾ നല്ല ഒരു ഗാനം ഞാൻ പാടുകയാണ്. കേരളം വാഴുന്ന പൊന്നു മുഖ്യമന്ത്രിയേ, ആ JCB എടുത്തൊന്ന് കളി വിളയാടിയാട്ടെ. JCBയും എടുത്ത് പോലീസുകാരെയും കൂട്ടി മൂന്നാറിൽ ചെന്നു നിന്ന് കളി തുടങ്ങി. അങ്ങനെ അരിവാളും സ്റ്റാറും ചുറ്റികയും കയ്യിലേന്തി ടച്ചുമാമൻ കാരാട്ടിന്റെ തിരു മുമ്പിൽ ചെന്ന് നിന്ന് കളി തുടങ്ങി. അരിവാളും സ്റ്റാറും ചുറ്റികയും കയ്യിലേന്തി ടച്ചുമാമൻ കാരാട്ടിന്റെ തിരു മുമ്പിൽ ചെന്ന് നിന്ന് അങ്ങനെ ഇത് കേട്ട പ്രതിപക്ഷ നേതാവ് എത്തി പാടാൻ. ഗവൺമെന്റ് എന്നോട് ഇത് പാട്ട് പാടാൻ പറയുന്നു. ഞാൻ ആ പാട്ട് പാടും. എല്ലാവർക്കും വേണ്ടി ഒരു നാടൻ ഗാനം. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും ചെന്നിത്തലേ, എന്നിട്ടെന്തേ ഇത്ര നാളും CM ആയി മാറില്ല താൻ. തന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും തെന്നിത്താലേ, എന്നിട്ടെന്തേ ഇത്ര നാളും CM ആയി മാറില്ല താൻ. തലമുടി ഞാൻ ചീകിലേലും തൻ്റെ യാത്ര കളറില്ലേലും കേരളത്തിൽ CM ആകാൻ തൊമ്മൻചാണ്ടി കേമൻ തന്നെ. ഇനി നമ്മുടെ സാഞ്ചേട്ടൻ മലയാള ഭാഷയിൽ മലയാള ഭാഷയിൽ ഒരുപാട് അംഗം കാണിക്കുന്ന ഒരാളാണ് സാഞ്ചേട്ടൻ. ഇനി ഇവർക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, സൂപ്പർ ഹിറ്റായി മാറിയ അനുരാഗ വിലോചനായി എന്ന് തുടങ്ങുന്ന ഗാനം വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിച്ച് പാടുകയാണ്. ഇവർ കേൾക്കാൻ തയ്യാറാണ്. ഗരനാനുവിയാന ചലോവി റേലതിമായാന ദഹിമോ ലേമേട്ടി ബകുൽനി നോന്ദ്രജോ കടന്തി ഇളനായ നമ്മയിങ്ങര ഇളതാൻ റൂക്കടന്തി. പക്ഷെ നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്ക് കൈയടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ സ്പീഡുള്ള അണ്ണാറ കണ്ണാവ ഇണ്ണാക്കരണ്ണാവ ലവാ പൂത്തങ്ങ ചമ്പണ്ടാക്കോ. ഇണ്ണാക്കരണ്ണാവ ലവാ പൂത്തങ്ങ ചമ്പണ്ടാക്കോ. ഇണ്ടവാവുയിൽ മേവാവാരു ഓണക്കൽ തന്നാര പുതാത ലങ്ങേന എന്റെ വിഷുപാലു പിള്ളവ ഇഞ്ഞാണ് ഞപ്പിക്കാതിനേന ലൂരിക്കാം ഞാൻ നമ്നോ പോ തിങ്കളാഴ്ച അല്ല ഞായറാഴ്ച. അണ്ണാക്കരണ്ണാവ ലവാ പൂത്തങ്ങ ചണ്ണ. താങ്ക് യു. ഇനി ഒരു 2 നിമിഷങ്ങൾ നമുക്ക് ഓർമ്മയുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലിലൂടെ മാത്രം മറുപടി പറയുന്ന പഴഞ്ചൊല്ല് പത്മനാഭൻ എന്ന കഥാപാത്രത്തെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. സാഞ്ചേട്ടൻ കഥാപാത്രമായി മാറുന്നു. പഴഞ്ചൊല്ലുകൾ മാത്രം കൊണ്ട് മറുപടി പറയുന്ന മനുഷ്യൻ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എൻ്റെ പേര് ഉണ്ണി. ഉണ്ണിയെ കാണുമ്പോൾ അറിയാടാ ഊരിലെ പഞ്ഞം. ഞാനിവിടെ വന്നതേ നാളെ വാരി വെക്കുമ്പോൾ അറിയാതെ 1 2 ഡേഷനാണെന്ന്. എനിക്കിവിടെ ഇരിക്കാനായിട്ട്. നീ ഇരുന്നു, പക്ഷെ ഇരുന്നണം കുടിക്കരുത്, നനഞ്ഞണം മാന്തരുത്, തോളത്തിരുന്ന ദൈവത്താണ് എന്റെ ചെവി തിന്നത്. ചേട്ടൻ എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലാണ്. പഴഞ്ചൊല്ലി പതിരില്ല മോനെ. പഴഞ്ചൊല്ലി പഴമില്ല. പഴവും പപ്പടവും പായസവും അല്ല പഴഞ്ചൊല്ലി.
ചൊല്ലി പതിരില്ല. എന്താ ചേട്ടന്റെ പേര്? പാലം കിടക്കോളം നാരായണൻ, പാലം കിടന്നപ്പോ കൂരായണൻ. മനസ്സിലായില്ല. എന്റെ പേര് നാരായണൻ, ഭാര്യ വിളിക്കണത് കൂരായണൻ. അപ്പൊ കല്യാണം കഴിച്ചതാണോ? ഒരു വെടിക്ക് രണ്ട് പക്ഷി. രണ്ട് കല്യാണം കഴിച്ചോ? എന്നിട്ട് ഒന്നിച്ചാണോ താമസം? അല്ല, ഒരു മുറ്റം രണ്ട് പുര. അപ്പൊ ചേട്ടൻ ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം, ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം? അക്കരെ നിൽക്കും ഇക്കരെ പച്ചയെന്ന് ഒന്നും, ഇക്കരെ നിൽക്കും എനിക്ക് അക്കരെ പച്ചയെന്ന്. അപ്പൊ ഈ ഭാര്യമാര് ചേട്ടനോട് എന്ത് പറയും? രണ്ട് വഞ്ചി കാലി ചവിട്ടരുതെന്ന് പറയും. കളസം കീറപ്പോലെ. കലസം മാത്രമല്ല, പുതിയ ബെർമുട ഉൾപ്പെടെ കീറിപ്പോ. എന്താ ചേട്ടാ ഈ ഭാര്യമാരുടെ പേരൊക്കെ? ഇരുന്ന കാൽ മൂദേവി, നടന്ന കാൽ ശ്രീദേവി. മനസ്സിലായില്ല. ഇരുന്ന കാലം മൂദേവി, നടന്ന കാൽ ശ്രീദേവി. ഈ മൂദേവി ചേച്ചി എങ്ങനെയാ ആള്? ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവെന്ന് പറയുള്ളടാ. അയ്യോ, ഒന്ന് ഞാൻ കേട്ടത് പാവാന്നാണല്ലോ. അണ്ടിയോട് എടുക്കണം മാങ്ങാട പുളിയറിയണം. അപ്പൊ ചേട്ടൻ അടുത്തിട്ടുണ്ടല്ലേ. ഈ ശ്രീദേവി ചേച്ചിയെ പുറത്ത് കാണുന്നില്ലല്ലോ. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്താടാ കാര്യം? ഒന്ന് കാണാൻ വേണ്ടിയാട്ടോ. പാവപ്പെട്ട നേരം കിട്ടിയത് പണക്കാരൻ തട്ടിക്കൊണ്ട് ഒന്ന് വിളിക്കട്ടെ, പുള്ളിക്കാരത്തി എന്താ പുറത്തേക്ക് വരാത്തത്? പണ്ടേ ദുർബല പിന്നെ ഗർഭിണി. പിന്നെയും ഗർഭിണിയായോ? അണ്ണാമൂത്താലും മരങ്കേറ്റം മറക്കൂ. ചേട്ടൻ അത്ര വലിയ അണ്ണാനാന്നൊന്നും പറയണ്ട. ശ്രീദേവി ചേച്ചി ഗർഭിണിയായി സമ്മതിച്ചു, പക്ഷെ ഇപ്പുറത്തെ വീട്ടിലെ മൂദേവി ഗർഭിണിയായില്ലല്ലോ. ചാഞ്ഞമരത്തിലല്ലേടാ ഓടിക്കയറാൻ പറ്റുള്ളൂ. ഇതിന് മാത്രം പഴഞ്ചൊല്ല് പറയാനായിട്ട് ചേട്ടൻ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു? അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. മനസ്സിലായില്ല. അച്ഛൻ തെങ്ങുകയറ്റം അമ്മ വരമ്പത്ത് പാടത്ത് പണിക്ക് പോയി. അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? താടിക്ക് തീ പിടിച്ചപ്പോ ബീഡി കത്തിക്കാൻ നോക്കിയതാണ് പുകഞ്ഞു പോയി. പുകഞ്ഞ കൊള്ളി പുറത്തു. ചേട്ടന്റെ അച്ഛനും എന്റെ അച്ഛനും ഒന്നിച്ചു പഠിച്ചതാ. നിനക്ക് അച്ഛനുണ്ടാ? പിന്നെ അമ്മ 4 പേരെ കാണിച്ചു തന്നിട്ടുണ്ട്. നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പോവാ. നിനക്ക് അങ്ങനെ തന്നെ വേണം. അതെന്താ? നിന്റെ അച്ഛൻ എന്റെ അച്ഛനും കൂടി ഒരുമിച്ച് പഠിച്ചതാണ്. എന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതല്ലല്ലോ അങ്ങനെയാടാ. എന്താ? ദുഷ്ടന്മാരെ ദൈവം പന പോലെ. ചേട്ടൻ എന്റെ അച്ഛനെ കുറ്റം പറയാതെ ചേട്ടനൊരു അച്ഛനാണല്ലോ. ചേട്ടന്റെ മകന്റെ അടുത്ത് ദുബായിക്ക് പോയിട്ട് എന്തുവായി? കഷ്ടകാലത്തിന് തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ അവസ്ഥ. ചേട്ടന്റെ മകനായോണ്ട് പറയല്ല, ചേട്ടൻ്റെതായ യാതൊരു ക്വാളിറ്റീസും അവനില്ല. അത്ത കുത്തിയ കുമ്പളം മുളക്കോ? ആ ചേട്ടനോടില്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും കിട്ടണ്ടേ? ഉപ്പോളം വരുമോടാ ഉപ്പിലിട്ടത്. മുഖച്ചായ എങ്കിലും കിട്ടണ്ടേ? മുഖം നന്നാത്തിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് എന്താടാ? ഇങ്ങനെയാണ് മക്കളെയും പട്ടീനെയൊന്നും വളർത്തരുത്. പുറത്തേക്കണ പട്ടി എന്നെ കണ്ടിട്ട് കുറച്ചില്ല, കടിച്ചില്ല. വർഗസ്നേഹം. കുരക്കണ പട്ടി കടിക്കാറില്ല, കടിക്കണ പട്ടി കുരക്കാറില്ല. അത് നന്നായി. അല്ല കല്യാണം വിളിക്കാൻ പോകുന്ന എന്നെ പട്ടി അടിച്ചേനെ. നീ നശിക്കാൻ തീരുമാനിച്ച ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഡിസംബറിൽ തണുപ്പല്ലേ. വാടിയ പൂ ചൂടിയാലും നീ ചൂടിയ പൂ ചൂടരുത്. ചേട്ടാ അവർക്ക് എന്റെ മുഖം കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടി. നിന്നെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. നിന്റെ മുഖം കണ്ടാൽ അറിയാടാ നീ ഒരു സത്യസന്ധന. സത്യം മുഖം കണ്ട് മനസ്സിലാവും. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധന. എങ്ങനെ മനസ്സിലായേട്ടാ? സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമാണ്. ഓ വിശാശ എവിടുന്ന്. താങ്ക് യു. ആഹാ കൊള്ളാലോ. കള്ളുകൂടിയാ? നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇവിടെ കള്ളുകൂടിയാ? അവരുടെ വർത്താനം കേട്ടതൊന്നും അവൻ പാലാ കുടിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ നല്ല ജോലിഫിക്കേഷനും വിദ്യാഭ്യാസവും ഉള്ള ആളാണ് ചേട്ടാ. നീ പോടാ പോടാ നീ. നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. അടുത്തന്നെ പിടിച്ചോളാം ഞാൻ. അതെ 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 അത് ഞാനിപ്പോ ബസ് സ്റ്റോപ്പിലുണ്ട്. അങ്ങനെയൊന്നും ഇല്ലെന്നേ. അങ്ങനൊന്നും ഇല്ല ചേട്ടാ. ഞാൻ വിചാരിച്ചതാണ് കൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ബസ് സ്റ്റോപ്പിൽ ഇവിടെ ചില കൾച്ചർ ഇല്ലാത്ത ഫെലോസ്, അതാണ് സംഭവം. ഇഷ്ടം പോലെ ഫെലോസ്. ബസ് സ്റ്റോപ്പല്ലേ, കൾച്ചറില്ല, ഇഷ്ടം പോലെ. ശരി, ഞാൻ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതൊന്നും ശരി, ഞാൻ വെക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കേടാ. ഓക്കേടാ. ശരിയടാ. ശരിയടാ. ഓക്കേടാ. 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 മതിയുടെ നിർത്തടാ. ഇവിടെ മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് ഫോൺ ചെയ്യാൻ സമ്മതിക്കുമല്ലോ. ഫോണോട് കിട്ടും. ഞാൻ എടുത്തോളാം. ഹലോ. എപ്പോ? ഗുരുവായൂരപ്പാ. ഗുരുവായൂരപ്പനും ഫോൺ എടുത്താ? ഓക്കെ ഓക്കെ, ഞാൻ വന്നിട്ട് സംസാരിക്കാം. ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. എന്താ? ഗുരുവായൂരപ്പന്റെ ഫോൺ നമ്പർ. ഗുരുവായൂരപ്പന്റെ ഫോൺ നമ്പർ? അല്ല, ഇപ്പൊ ഗുരുവായൂരപ്പനെ വിളിക്കണ കേട്ടോ, അതുകൊണ്ട്. ഓ എടോ, ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ചതല്ല. ബോംബെയിലുള്ള എന്റെ ഒരു പഴയ സുഹൃത്ത് ആക്സിഡന്റ് ആയിട്ട് മരിച്ചെന്ന് കേട്ടപ്പോ ഗുരുവായൂരപ്പ എന്നറിയാതെ വിളിച്ചു പോയതാ. ബോംബെയിലുള്ള സുഹൃത്ത് മരിച്ച? മരിച്ച്. എന്നുവെച്ചാലോ കൊണ്ട് ബോംബെയുള്ള സുഹൃത്ത് മേടിച്ചെങ്കിൽ ഒരു പൈൻ്റൊക്കെ മേടിക്കാം. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണേ, നടക്കത്തില്ല. എടോ, ഒരാൾ മരിച്ചു കിടക്കുമ്പോഴാണ് ചെലവ് ചെയ്യുന്നത്. അതറിയാൻ മേലെ. എന്ത്? ഇപ്പൊ ദുഃഖം വന്നാലും സന്തോഷം വന്നാലും സാധനം മേടിക്കും. അതാണ് കേരളത്തിലെ സിസ്റ്റം. അതാണ് സംഭവം. അതാണ്. രാവിലെ നന്നായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. എന്താ ഒരു പുച്ഛം പോലെ സംസാരിക്കും? പുച്ഛമൊന്നുമില്ല, അടിക്കണം, പക്ഷെ ഇത്രയും രാവിലെ അടിക്കരുത്. അങ്ങനെ അങ്ങ് സംസാരിക്കല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഗൾഫിന് പോകണ ഒരു ഫ്ലൈറ്റ് അത് പറക്കണമെങ്കിൽ ഇന്ധനം വേണ്ടേ? ഇന്ധനം വേണം. ഇവിടുന്ന് തിരുവനന്തപുരത്തിന് പോണ ഒരു കാറ് അത് മൂവ് ചെയ്യണമെങ്കിൽ ഇന്ധനം വേണം. ഇന്ധനം വേണം എന്ന് പറയുന്ന പോലെ എനിക്ക് മൂവ് ചെയ്യാൻ ഞാൻ രാവിലെ ഇച്ചിരി ഇന്ധനം അടിച്ചു. അത് ഇത്ര തെറ്റെന്താ? അത് ശരി. അപ്പൊ ഇന്ധനം അടിച്ചതാണ്. രാവിലെ ഇന്ധനം അടിച്ചോണ്ട് എങ്ങോട്ടാ? അതെന്നാന്നറിയോ, എന്റെ വീട്ടിലെ കറണ്ട് ചാർജ് അടയ്ക്കാത്ത കാരണം അവന്മാർ വന്ന് ഫീസ് ഊരിക്കൊണ്ട് പോയെന്നേ. അപ്പൊ കറണ്ട് ചാർജ് അടക്കാൻ പറ്റും, ഇലക്ട്രിസിറ്റി ബോർഡ് വരെ പോവാ. കറണ്ട് ചാർജ് അടയ്ക്കാൻ പോകണോ? വെള്ളം അടിച്ചോണ്ട്. അതിന്റെ വെള്ളം അടിച്ചോണ്ട് അവരെന്നെ കറണ്ട് ചാർജ് സ്വീകരിക്കത്തില്ലേ? എടോ, ഒരു സർക്കാർ ഓഫീസിലോട്ട് വെള്ളം അടിച്ചോണ്ട് കടന്ന് എല്ലാം പാടില്ല. എടോ, ഒരു സർക്കാർ ഓഫീസിലോട്ട് വെള്ളം അടിച്ചോണ്ട് കടന്ന് എല്ലാം പാടില്ല. ഓ, സർക്കാരിന് വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം,
വെള്ളം അടിച്ചുകൊണ്ട് കറണ്ടിയാരെ അടക്കാൻ പോകാൻ മേല. അതല്ലേ ന്യായം? അങ്ങനെ ഞങ്ങൾ സംസാരിക്കരുത്. നമുക്കറിയാം ഇവിടെ ഡ്യൂട്ടി സമയത്തും വെള്ളം അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ എനിക്കറിയാം. ഡ്യൂട്ടി സമയത്ത് വെള്ളം അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ? എങ്കിൽ അവർക്ക് സസ്പെൻഷൻ ഉറപ്പാ. എന്നാൽ ഇതുവരെ അവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ആരാണോ ഡ്യൂട്ടി സമയത്ത് വെള്ളം അടിക്കുന്നത്? ആരാണോ? ഫയർഫോഴ്സുകാർ അടിക്കുന്നില്ല വെള്ളം, വാട്ടർ അതോറിറ്റിക്കാർ അടിക്കുന്നില്ല വെള്ളം. അപ്പൊ അവർക്കൊക്കെ വെള്ളം അടിക്കും. അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാർ. നമ്മൾ ഇത്തിരി വെള്ളം അടിക്കപ്പോഴാണ് തെറ്റായി പോയത്. എടോ, ആ വെള്ളവടി എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഡ്യൂട്ടിയാണ്. ആ വെള്ളവടി അവരുടെ ഡ്യൂട്ടി ആണെങ്കിൽ ഈ വെള്ളവടി എന്റെ ഡ്യൂട്ടിയാ. ദിസ് ഈസ് മൈ ജോബ്. ശരി, അപ്പൊ അതാണ് സംഭവം. കറണ്ട് ചാർജ് അടയ്ക്കാൻ പോകുന്നല്ലേ പറഞ്ഞു? എനിക്കൊരു ചെറിയ ഉപദേശം തരാണ്. താൻ എത്ര ക്യൂ നിന്ന് ബുദ്ധിമുട്ടി കറണ്ട് ചാർജ് അടയ്ക്കേണ്ട യാതൊരു കാര്യമില്ല. താൻ ഇവിടെ നിന്ന് വിഷമിച്ച് കറണ്ട് ചാർജ് അടച്ചിട്ട് തന്റെ വീട്ടിലോട്ട് ചെന്ന് തന്റെ റൂമിൽ കയറി ആ സ്വിച്ച് ഒന്നിട്ട് നോക്കിക്കേ. ഈ ബൾബൊക്കെ എങ്ങനെയാ കത്തുന്നത് അറിയോ? എങ്ങനെയാ കത്തുന്നത്? ഒരുമാതിരി മങ്ങിയാ കത്തുന്നത്. അതവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താന്നറിയോ? ഈ കലക്കവെള്ളത്തിനല്ല കറണ്ട് ഉണ്ടാക്കുന്നത്. അതെ, അതുകൊണ്ടാണ് ബൾബൊക്കെ മങ്ങി കത്തുന്നത്. അല്ലെ പിന്നെ നല്ല തെളിച്ചം കിട്ടും. മിനറൽ വാട്ടിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കണം. മിനറൽ വാട്ടറിൽ നിന്നോ? ആ തെളിച്ചം വേണം മിനറൽ വാട്ടിൽ അങ്ങോട്ട് ഉണ്ടാക്കണം. ചുമ്മാ തന്നെ നാട്ടുകാർ പറയുന്നത് തന്നെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഇവിടെ തന്റെ ഭാര്യ പോലും നാട്ടിൽ ഇറങ്ങി നാട്ടുകാരോട് പറയാൻ തുടങ്ങി തന്നെ കൊണ്ട് വീട്ടിൽ ഭയങ്കര ശല്യമാണ്. എന്റെ പൊന്നേട്ടാ, അത് എന്റെ കുഴപ്പം കൊണ്ടല്ലെന്ന്. എന്ത്? അത് അവരുടെ കുഴപ്പം കൊണ്ടല്ലേ. ഏതവിടെ കുഴപ്പം? എന്റെ വൈഫിന്റെ. വൈഫിന്റെ? ആ എന്റെ പെണ്ണും പിള്ളേരാ. എന്ത് കുഴപ്പം? എന്റെ മനോട്ട് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. എന്ത് കാര്യം? ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പശുവിനെ വളർത്തുന്നു. ഞാനൊരു പശുവിനെ വളർത്തുന്നു. അതിന് കൃത്യമായിട്ട് കാലിത്തീറ്റ കൊടുക്കുന്നു, പിണ്ണാക്ക് കൊണ്ട് കൊടുക്കുന്നു, പുല്ല് എത്തി കൊണ്ട് കൊടുക്കുന്നു. ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം വൈകുന്നേരം ആകുമ്പോ അപ്പുറത്തെ സുഭാഷ് കറക്കാൻ വന്നാൽ നിങ്ങൾക്ക് സൂഹിക്കുമോ? അത് സൂഹിക്കത്തില്ല. അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടനറിയാമോ, ഞാൻ രാവിലെ പോലും വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടി പാടുപെട്ട് പണി എന്റെ പറ്റി പണി ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞ. ഞാൻ രാവിലെ പോലും ഷാപ്പിലിരുന്ന് അടിച്ച് സെറ്റായിട്ട് രാത്രി ആകുമ്പോൾ എഴഞ്ഞും വലിഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ കയറി വരുന്നത് അറിയോ? അതുകൊണ്ട് അപ്പൊ ഞാൻ കാണുന്ന കാഴ്ച എന്താണ്? എന്റെ വൈഫ് മറ്റൊരു പുരുഷനായിട്ട് സ്പീച്ച് എന്റെ പെണ്ണും പിള്ള വേർത്തോട്ടത്ത് സംസാരിക്കുന്നു. പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം. അവര് സോഷ്യലായിട്ട് എന്തെങ്കിലും സംസാരിച്ചതായിരിക്കും. ആണോ? സോഷ്യലിസം കാണിക്കാനേ. ഇത് കാറൽ മാർക്സിന്റെ വീടൊന്നുമല്ല, എന്റെ സ്വന്തം വീടാ. ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടിലൊരു പുരുഷനില്ലാത്തപ്പോ അവന്റെ വൈഫോട്ട് മറ്റൊരു പുരുഷൻ സംസാരിക്കുന്നതാണോ കേരളത്തിലെ സോഷ്യലിസം? എന്നിട്ട് താൻ എന്ത് ചെയ്ത്? ഒരക്ഷരം മിണ്ടാൻ പോയില്ല. ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ പോയില്ല. ഞാൻ മിണ്ടാതെ പുറകെ കൂടി പതുങ്ങി ചെന്നിട്ട് ഒരൊറ്റ ചവിട്ടിന് അവിടെ നട്ടലൊടിച്ചു. എന്ത് വൃത്തിയായിട്ട പരിപാടിയോട് താൻ കാണിച്ചത്? തനിക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്ന മുമ്പിൽ കൂടെ തന്നെ ചവിട്ടാൻ മേലായിരുന്നു. മുമ്പിൽ കൂടി ചവിട്ടി അവൾ എന്റെ നട്ടലൊടിക്കത്തില്ല. അപ്പൊ എനിക്ക് നട്ടല് വേണ്ടേ? എടോ, ആണുങ്ങളായാലേ ആണത്തം വേണം. തന്റെ ഭാര്യയായിട്ട് ആണൊരുത്തൻ അവിടെ സംസാരിച്ചിരിപ്പില്ലായിരുന്നോ? എനിക്ക് അയാൾക്കിട്ട് ചവിട്ടാൻ മേലായിരുന്നോ? പരിചയമില്ലല്ലോ. പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ പുറകെ കുടിക്കുന്ന അറ്റാക്ക് ചെയ്യുന്ന മോശമല്ലേ? അത് ശരി, സ്വന്തം വീട്ടിലാണെ പോലും. വീട്ടിലാണ്. ഈ സംഭവങ്ങളൊക്കെ പോട്ടെ, ഈ മക്കളെന്ന് പറഞ്ഞാൽ ആരാ? മക്കളെന്ന് പറഞ്ഞാൽ എന്റെ തന്ത്രയൊന്നും ഇല്ലാണോ? ഇവിടെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തരുന്നതാണ്. തനിക്ക് ദൈവം തന്നായിരിക്കും. ഞാൻ എന്റെ പിള്ളേരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ. നമ്മൾ കഷ്ടപ്പെട്ടാലും ക്രെഡിറ്റ് മുഴുവൻ ദൈവത്തിനാ. അപ്പൊ നമ്മൾ കഷ്ടപ്പാടുന്നത് യാതൊരു വിലയില്ല ഇവിടെ. അപ്പൊ താൻ കഷ്ടപ്പെട്ടതാണല്ലോ. പിന്നെ എന്തിനാണ് താൻ തന്റെ മൂത്ത ചെറുക്കനെ എടുത്തിട്ട് ഇതുപോലെ അടിക്കുന്നത്? എന്റെ പൊന്നേട്ട, എന്റെ മോനെ തല്ലാൻ എന്തെങ്കിലും കാരണമില്ല ഞാൻ അവനെ തല്ലുവോ? എന്ത് കാരണം? ഒരു ദിവസവും വീട്ടിലോട്ട് കയറി വന്നപ്പോ ഞാൻ ചോദിച്ചു, സുമേഷേ നീ എവിടെ പോയിട്ട് വരാന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറ അവൻ അമ്പലത്തിൽ പോയില്ല. പിള്ളേർ രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞാൽ വളരെ നല്ല ശീലമല്ലേ? ആയിക്കോട്ടെ. ഞാൻ ചോദിച്ചു നീ ഇന്ന് അമ്പലത്തിൽ പോകേണ്ട കാര്യം എന്താന്ന് വെച്ചു. അവൻ പറഞ്ഞെന്താന്നറിയാം? അവൻ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിക്കാൻ പോയിരുന്നു. അമ്മയോട് സ്നേഹമുള്ള പിള്ളേരാകുമ്പോൾ ചിലപ്പോ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചെന്നിരിക്കും. അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചോട്ടെ, സമ്മതിച്ചു. പക്ഷെ അത് കേൾക്കുമ്പോ അച്ഛനായി എനിക്കൊരു ഫീലിങ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, പോലെ നീ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ച് നീ അച്ഛന്റെ പേരിൽ എന്ത് കഴിക്കുന്നത്? അവൻ പറഞ്ഞെന്തെന്നറിയാം? എന്താ പറഞ്ഞേ? എന്റെ പേരിൽ അപ്പുറത്തെ രായപ്പൻ ചേട്ടന്റെ കടയിൽ പോയി 3 പുട്ടും 2 ബീഫ് കറിയും കഴിച്ചെന്ന്. കാലവരി നിലത്തടിക്കണ്ടവനെ. എനിക്ക് ചെലവുണ്ടാക്കിട്ട് വന്നിരിക്കുക റാസ്കൂൾ. എടോ, ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കുടുംബ ജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. എനിക്ക് ഇപ്പൊ ഇത്ര അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഭാര്യ, അവള് ടിവിയിൽ പുതിയൊരു റിയാലിറ്റി ഷോ തുടങ്ങിയിട്ടുണ്ട്, മകളാരത്നം. അതിനകത്ത് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവളെ കൊണ്ട് പോകാൻ പോവാ. അവൾ എന്ത് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ അനുസരിച്ചിരിക്കും. അതങ്ങനെ അണയാൻ പോണത് ആളിക്കത്തും അങ്ങോട്ട് കത്തട്ട. അല്ലെ ഞാൻ നിന്നോട് പറയാൻ പോയ എന്നെ പറഞ്ഞോണ്ടാ മതിയല്ലോ. എന്ത് ചെയ്യാൻ ചേട്ടാ? വന്നോ? എടി, എത്ര നേരമായിട്ട് ഞാൻ വീട്ടിൽ ഇറങ്ങി ഇവിടെ നിൽക്കുവാന്നറിയോ? എന്ന് പറഞ്ഞ് ഒരുങ്ങി തീരണ്ടേ? ഒരുങ്ങി നീ സുന്ദരിയായി കേട്ടോ. നീ നന്നായിട്ട് പോയി പെർഫോം ചെയ്യണം. SMS മേടിച്ചെന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കെ അല്ലേ? പോകാം. എന്റെ ദൈവം, എവിടെയെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഈ വൃത്തികെട്ടവനെയാണല്ലോ കണി കാണുന്നത്. എന്റെ ഈശ്വര, കണി ശരിയായി. കണി കാണും നേരം കമലാനേത്രന്റെ തിരുവൈക്കം ശിവശംഭോ. കണി ശരിയായില്ലെന്ന്. അതെ,
ഇന്ന് ഏതമ്പലത്തിലോട്ട് എഴുന്നള്ളിപ്പോ? എഴുന്നള്ളിപ്പോ അല്ല, കെട്ടി എഴുന്നള്ളിച്ചോണ്ട് പോണുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. ഞാൻ പറഞ്ഞില്ലേ ഇതേ മനുഷ്യ നമ്മൾ എവിടെ പെടുന്നു നമ്മൾ അറിഞ്ഞാൽ പോരെ. നമ്മൾ എവിടെ പെടുന്നു കണ്ടവനൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ എവിടെ പെടുന്നു ഞങ്ങൾ തീരുമാനിച്ചോളാം കേട്ടോ. നിങ്ങൾ എവിടെ പോകണം നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ എന്റെ നെഞ്ചത്ത് കയറാൻ പറ്റുന്നത് വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണേ. ഓ, എല്ലാരും പറയും വെള്ളം അടിക്കാൻ വയറ്റി കിടക്കണം. എനിക്കറിയാൻ മേലോ ഈ വെള്ളം അടിച്ചാൽ കയറി കിടക്കണ സ്ഥലമാണോ ഈ വയറ്? താൻ വെള്ളം അടിച്ചാൽ തന്റെ വയറ്റി കിടക്കണം. പിന്നെ ഞാൻ അടിച്ചോളും, പിന്നെ നിങ്ങൾ വയറ്റോ? എന്റെ വയറിന് തന്നെ പറഞ്ഞിട്ടുണ്ടോ? പെണ്ണുപിള്ള നിങ്ങൾ ഒറ്റ കാരണോ പെണ്ണുപിള്ള ചുരിദാറാണെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ഞാൻ പറഞ്ഞില്ല പറയേണ്ട സാധനം പറയേണ്ട രീതി പറഞ്ഞാൽ ഏത് ശക്തിയും പിൻവലും. ഈ സാധനത്തെ നിങ്ങൾ എവിടെ കൊണ്ടുപോകണമെന്നാ പറഞ്ഞ? മഹിളാരത്നമാക്കാൻ കൊണ്ടുപോവാ. ഇതിനെ മഹിളാരത്നം അല്ല, ഇതിനെ ലഹളാരത്നം ആക്കാൻ വേണ്ടി. അടങ്ങി. അതെ, നീ പിണങ്ങാതെ. ഞാൻ പറഞ്ഞില്ലേ ടിവിയിൽ പുതിയ റിയാലിറ്റി ഷോ ആണ് മഹിളാരത്നം. നീ ഇതേ ഇവിടെ പെർഫോമൻസ് കണ്ടിട്ട് ഇവക്ക് SMS ചെയ്യണം. ഈ SMS എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അറിയാം. എന്താണ്? സാധാരണക്കാരന്റെ മണികളെന്ന സാധനം. SMS എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുന്നൊക്കെ ഇലക്ഷൻ അല്ലേ? ആ വോട്ടല്ല, മൊബൈലിൽ കൂടി വോട്ട് ചെയ്യണം. എന്നെ പോലീസ് പിടിക്കുമ്പോ നീ വന്നേ. നിനക്ക് ഇവിടെ ഫോർമാറ്റ് അറിയാവോ? അല്ലേ? എടാ നിനക്ക് ഇവിടെ ഫോർമാറ്റ് അറിയാവോ? ഫോർമാറ്റ് ഒക്കെ എനിക്കാണ് അറിയാവുന്നത്. സ്വന്തം പെണ്ണുമുള്ളയുടെ ഫോർമാറ്റ് പോലും അറിയാം. തനിക്ക് നാളെ ഇല്ലൂ സംസാരിക്കാം. നിന്നോട് പറയാൻ പോയി എന്നെ പറഞ്ഞോണ്ടാ മതിയല്ലോ. എടി നിന്റെ മാഷ്, ഹെഡ് മാഷ്. മാഷേ ഗുഡ് മോർണിംഗ്. ശശി അതിലെ പൊക്കണം, നീ ഇതിലെ വാ. കുറെ ദിവസമായി നിന്നെ തിരക്കിലൊക്കെ ഇങ്ങോട്ട് വന്നേ. അടിക്കുമ്പോ നിന്നോട് എത്ര മാഷ് വന്ന് ഞാൻ കണ്ടില്ലേ? ഞാൻ നിന്നെ കണ്ടായിരുന്നല്ലോ. നിന്നോട് എത്ര ദിവസമാ സ്കൂൾ വരെ വരാൻ പറഞ്ഞിട്ട്? അത് ഞാൻ പഠിത്തം നിർത്തിട്ട് കുറേ നാളല്ലോ, പിന്നെ ഞാനെന്തിനാ അങ്ങോട്ട് വരും? അയ്യോ, നീ പഠിക്കാൻ വരുന്ന കാര്യമല്ല പറഞ്ഞേ. നിന്റെ പിള്ളേരുടെ ശല്യം കൊണ്ട് നീ അവിടം വരെ വരാൻ പറഞ്ഞത്. എന്റെ പൊന്നു മാഷ, എന്റെ പിള്ളേരുടെ ശല്യം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടു. പിന്നെ അതും പറഞ്ഞ എന്നെ ശല്യം ചെയ്യില്ല പ്ലീസ്. ഇതുപോലെ മണ്ടന്മാരായ രണ്ട് പിള്ളേർ. അവന്മാര് ഭൂലോക മണ്ടന്മാരായതുകൊണ്ടാ ഞാൻ ആ ഉണക്ക സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടാ. അവന്മാര് ബ്രില്യൻ്റ് ആയിരുന്നെങ്കിലേ ഞാൻ വല്ല ഇംഗ്ലീഷ് മീഡിയത്തിലും പറഞ്ഞു വിട്ടാണ്. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിച്ചാൽ നിന്റെ പിള്ളേർ ഇപ്പൊ അങ്ങ് പഠിച്ചങ്ങ് കളക്ടറാകാൻ പോവല്ലേ? പറയാൻ പറ്റുന്നത് ചിലപ്പോൾ ദൈവം അനുഭവിച്ച ഐക്യ കളക്ടറൊക്കെ ആയിരുന്നു. എന്റെ ദൈവം എന്റെ പിള്ളേരെ അനുഗ്രഹിക്കുക. ഒറ്റ അക്ഷരം കൂട്ടി വായിക്കാന്മാർക്ക് അറിയത്തില്ല. ഒറ്റ അക്ഷരം കൂട്ടി വായിക്കാന്മാർക്ക് അറിയാം. അത് പിള്ളേരെ പറഞ്ഞിട്ട് വരില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പോകണ്ട, ഉള്ളതുള്ളതുപോലെ വായിക്കാൻ മതി എന്ന് പറഞ്ഞു. പിള്ളേരെ നിർബന്ധിക്കില്ല. എനിക്കത് എന്ത് പിള്ളേരാണ് ഇവന്മാര്? എന്ത് പിള്ളേരാ അപ്പൊ അത്? അവന് തന്നെ സൂചിക്കുന്നില്ല അവന്റെ പിള്ളേരെ. ഇവിടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ പറഞ്ഞിട്ട് അവന്മാർക്ക് രണ്ടുപേർക്കും അറിയാൻ മേല. നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാൻ കൊടുക്കുക? അത് ഗവൺമെന്റിൽ നിന്ന് അടിച്ചു വരുന്ന. അപ്പൊ ഗവൺമെന്റിനോട് പറയണം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ. അല്ല, എന്റെ മക്കളല്ല ഗവൺമെന്റ് വിട്ടത് പൂരിപ്പിക്കുന്നത്. ഗവൺമെന്റ് തെറ്റിയാലും എന്റെ പിള്ളേർക്ക് കിടക്കാൻ മേലെ. അതല്ലേ ന്യായമാ? അയ്യോ, ഷേപ്പ് കണ്ടില്ലേ? കുടിച്ച് 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 കറുത്ത് കരിമാക്കാനെ പോലെ ഇരിക്കുക കണ്ടില്ലേ? എല്ലാ ദിവസം കൂടിയാ എന്റെ വീടിനടുത്താന്ന് പറയാൻ എനിക്ക് ചമ്മലാകുക. ഒരുമാതിരി വൃത്തികെട്ട രൂപം. അപ്പൊ മതി നേരത്ത് കറുത്തിരിക്കുന്നത്. എനിക്ക് ചമ്മല് വരുന്നു. അതെന്നാന്നറിയോ? പണ്ട് എന്നെ ഒരു നേഴ്സ് ചതിച്ചോ. നേഴ്സ് ചതിച്ചോ? അങ്ങനെ എന്റെ മാഷിനെ അറിയാൻ മേലാത്തോണ്ടാ. ഒരു ഹോസ്പിറ്റലിൽ എന്റെ അമ്മ എന്നെ പ്രസവിച്ച ഒരു ബെഡ് കിടക്കുന്നു. തൊട്ടപ്പുറത്തെ ബെഡ് വേറൊരു ചേച്ചി വേറൊരു കൊച്ചിനെ പ്രസവിച്ച് കിടക്കുന്നു. എന്റെ അമ്മ പ്രസവിച്ച കൊച്ചിനൊന്ന് കാണണം. എന്നെ കൊച്ചാണ്, നല്ല വെളുത്ത് നല്ല തക്കടി മുണ്ട നല്ല ഒരു പടക്കം കൊച്ചു, സുന്ദരം കൊച്ചു, നല്ല സുന്ദരം നല്ല വെളുത്ത് നല്ല അടിപൊളി കൊച്ചു. തൊട്ടപ്പുറത്തൊരു ചേച്ചി ഒരു കൊച്ചിനെ പ്രസവിച്ചെന്ന് പറഞ്ഞില്ലേ, ആ കൊച്ചിനെ ഒന്ന് കാണണം. അതിനെന്താ പറ്റി? ഇങ്ങനെ മെനക്കെട്ട പിള്ളേരുണ്ട്. എന്ത് വൃത്തികെട്ട ഷേപ്പായിരുന്നു. ഒരു മുതൽ ടാറും പാട്ടം മുക്കിയൊക്കെ കരുത്തിരുണ്ടൊരു സാധനം. ആ ചേച്ചിക്ക് പോലും ഇഷ്ടമല്ല ആ കൊച്ചിന്. അതുപോലത്തെ ഒരു വൃത്തികെട്ട കൊച്ച്. ഈ നേഴ്സ് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് കിടന്ന വെളുത്ത കൊച്ചിനടുത്ത് ആ ചേച്ചിയുടെ അടുത്ത് കിടത്തിയിട്ട് ആ ചേച്ചിയുടെ അടുത്ത് കിടന്ന കറുത്ത കൊച്ചിനടുത്ത് എൻ്റെ അമ്മയുടെ അടുത്ത് കിടത്തി. ശരിക്കും മറ്റേ കൊച്ചാ ഞാൻ. ഈ നേഴ്സ് എടുത്ത് മാറ്റുകൊണ്ടോ ഞാൻ കറുത്തു പോയത്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും വെളുത്തിരുന്നേ, അറിയാവാ? ഓറഞ്ച് പോലെ വിവരമില്ലാത്ത വർത്താനം പറയല്ലോ കേട്ടോ. കൊച്ചിനെ മാറ്റി നീ അങ്ങ് കറുത്തു പോയല്ലോ. സത്യം പറഞ്ഞൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നെ ഞാൻ പിന്നെ പിടിച്ചോളാം, സ്കൂളിൽ വാ നിന്നെ പിടിച്ചോളാം. എനിക്ക് പോയിട്ട് അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ പോയിട്ട് മാഷേ എന്താ സംഭവം എന്നറിയോ? ഈ മക്കളെ കുറിച്ചും കൂടെ ഒന്ന് കാര്യം പറഞ്ഞിട്ട് പോകും. അതെന്നാ പറഞ്ഞത്? മക്കളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആണോ? തന്തമാര് നന്നായാലേ മക്കൾ നന്നാകത്തുള്ളൂ. തന്തമാര് നന്നായാലേ മക്കൾ നന്നാകത്തുള്ളൂ. ഇത്രയൊക്കെ എനിക്ക് നന്നാ മാഷ് പോകാൻ പറ്റില്ല. ഒരു കാര്യം, മാഷ് എവിടെ പോവാ? ഞാൻ
പോലീസ് സ്റ്റേഷൻ വരെ പോവാ. അതിന്റെ SI സ്കൂളിൽ വല്ല പുതിയ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ പോവാണോ? അത് ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ പോലെ. പിന്നെ എന്റെ മൂത്തവനാണ്ട് അവിടുന്ന് ഒരു സൈക്കിൾ മോട്ടിച്ചു പിടിച്ചകത്തിട്ട് ഞാൻ ചെന്നിട്ട് വേണം അവനെ ഒന്ന് ഇറക്കാൻ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. തന്തമാര് നന്നാലേ മക്കളെ നന്നാക്കുള്ളൂ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. മാഷേ അവൻ കല്ല് കുടിച്ച് എന്തായാലും പറയുന്നതിനകത്ത് ഇടപെടാതെ. എടി നിന്റെ മാഷല്ലേ, നമ്മളൊരു പുതിയ പരിപാടി പങ്കെടുക്കാൻ പോവല്ലേ, മാഷിനെ കാല വീണ് അനുഗ്രഹം മേടിക്കണേ. ഈ പെണ്ണ് വലിയ ശല്യന്റെ കാര്യമുണ്ടോ? അയ്യോ മാഷെ അതെ ഈ TV-യിൽ പുതിയ വനിതാരത്നം എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മകളെ ഇറക്കണം. ഞാനതിൽ മത്സരിക്കാൻ പോവാണ്. അപ്പൊ മാഷന്റെ പ്രോഗ്രാം കാണണം, എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് വേണ്ടി SMS അയക്കണം. SMS ഒക്കെ ചെയ്യാം, അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്റെ മാഷ ഇവിടെ ആക്ടിങ് മാഷൊന്ന് കാണേണ്ടതല്ലേ? കാണണം. നീ മറ്റേ സ്ഥലത്ത് കാണിച്ചു. എടി നാഗവല്ലി. കരുനാഗപ്പള്ളിയോ? എടി നാഗവല്ലി. നാഗവല്ലി. ഓക്കെ കാണിക്കേ. ഓക്കെ നാഗവല്ലി. ഓക്കെ റെഡി. നല്ല വലി കൊണ്ട് കേട്ടോ, ആശുപത്രി കൊണ്ടുവന്ന് നോക്കാൻ. അല്ല പോണ വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നമ്മൾ സംഭവിച്ചെങ്കിൽ അവിടെ ഭർത്താവ് പറഞ്ഞ നീ സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ. ഒരു ഉപകാരം ഒരു ഉപകാരം ചെയ്യണ്ട. വന്നിരിക്കുന്നവൻ നീ കാണിച്ചോടി, ഞാനൊരു ആക്ഷൻ പറയാം. ആക്ഷൻ. വിടമാട്ടെ അയ്യോ നായേ, ഇന്നേക്ക് ദുർഗാഷ്ടമി ഉണ്ണനാ കൊന്ന് രക്തത്തെ കുറിച്ച് ഓക്കാരം നടമാടുമേ. ആരാ എവിടെയാ? ആരാ? സുരേഷ് ഗോപി. ഇതോ? ഇത് സുരേഷ് ഗോപിയോ? അയ്യടാ ഒരു മുണഞ്ഞ സുരേഷ് ഗോപി. ആണോ? ഈ മുണങ്ങ സുരേഷ് ഗോപി വന്നില്ല ഇപ്പൊ കാണാറുണ്ട്. എന്നാ കാണാൻ? ആ പെണ്ണ് പെടലിക്ക് പിടിച്ച് ഞെക്ക് കൊന്നേ. രക്ഷിച്ചതിന് ഒരു മണി ജാട ഇറക്കല്ലേ. എന്തായാലും സുരേഷ് ഗോപിയുടെ കറക്റ്റ് സൈസാണോ? സൈസും കറക്റ്റ് രൂപവും കയ്യിൽ വിളിക്കുന്ന ഒറ്റ കുഴപ്പമില്ല. ഒരു സുരേഷ് ഗോപി വന്നിരിക്കുന്നു. സുരേഷ് ഗോപി സൂചിച്ചില്ല മോളെ പോട്ടെ കേട്ടോ. അതങ്ങനൊക്കെ പറഞ്ഞേ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കാണിച്ചാ ഞാനങ്ങ് പേടിച്ചു പോയി കേട്ടോ. മോൾ ഇത് കാണിച്ചാ മതി, മാർക്ക് ഉറപ്പാ. അതങ്ങനെ മനുഷ്യനെ പേടിപ്പിച്ചാൽ ചിലപ്പോ അവർ മാർക്ക് ഇട്ട് കൊടുത്തുന്നില്ല. അങ്ങനെ പറഞ്ഞേ. അപ്പൊ എല്ലാം അറിയാവുന്ന കൊച്ചു കല്ലല്ലേ. അതൊക്കെ പോട്ടെ. ഈ കഴിവൊക്കെ മോക്ക് ജന്മനാ കിട്ടിയ കഴിവാണോ അതോ വളർന്നതിന് ശേഷം ആരെങ്കിലും പഠിപ്പിച്ചാണോ മോളെ? അയ്യോ മാഷെ അതെ, ഞാൻ കുഞ്ഞായിരുന്നപ്പോണ്ടല്ലോ, ഒരു കുടുക്കാച്ചി വാപ്പയായിരുന്നപ്പോണ്ടല്ലോ, എനിക്കൊന്നും അറിയില്ലായിരുന്നേ. ഞാൻ പിന്നെ വളർന്നു പടർന്നു പന്തലിച്ചൊരു പടുവൃക്ഷമായി കഴിഞ്ഞപ്പോണ്ടല്ലോ, എനിക്കെന്തെങ്കിലും ഈ ഫീൽഡ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നിയപ്പോണ്ടല്ലോ, എന്നെ ഇതൊക്കെ പഠിപ്പിച്ചതെന്ന് ലക്ഷ്മി ചേച്ചിയാ. ആരാ? ലക്ഷ്മി ചേച്ചി. അങ്ങനെ വരട്ടെ. കലാമണ്ഡലം ലക്ഷ്മി ടീച്ചർ. എന്റെ മാഷ കലാമണ്ഡലം ലക്ഷ്മി ടീച്ചർ ഒന്നും അല്ല, ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരി. വേലക്കാരിയോ? വേലക്കാരി ആയതുകൊണ്ട് പറയല്ല. അവര് ഡാൻസ് ചെയ്യും, പാട്ട് പാടും, ആക്ട് ചെയ്യും. 24 മണിക്കൂറും ഇവളെ കൊണ്ട് ഒരു ജോലി പോലും ചെയ്യിക്കാതെ വീട്ടിലെ കംപ്ലീറ്റ് ജോലിയും അവർ ചെയ്യും. എന്തിനധികം പറയുന്നു, അവരൊരു സകലകല വല്ലഭയാണ്. കഴിവുള്ള സാധനത്തെ വീട്ടിൽ വെച്ച് പൂട്ടിയിട്ട് കഴിവില്ലാത്ത സാധനത്തെ പൊക്കിക്കൊണ്ട് നടക്കുക മകളാരക്തമാക്കാൻ വേണ്ടിട്ട്. ആണുങ്ങളുടെ ഒരു ഗതികേട്. ഇങ്ങോട്ട് മാറിക്ക മാറ്റി. നിന്നെ നാളെ 12:30 ഞാൻ പൊക്കിയിരിക്കും. പോയിപ്പോ നാളെ 12 ജംഗ്ഷനിൽ വെച്ച് പോക്കി. ആ കൊള്ളത്ത് മാറ്റി കണ്ടില്ല, അവരെ തല്ലിച്ചു പോയത്. ആണോ? നിന്നെ തല്ലിയല്ല ചെയ്യേണ്ടത്, അല്ല ഒന്നാന്തര ചവിട്ട് കേട്ടടാ. എന്നെ തല്ലിച്ചു പോയപ്പോ ഇവരൊക്കെ വലിയ കൊമ്പത്തെ ആൾക്കാരെ. പ്രിയമുള്ളവര്, നിങ്ങളെല്ലാവരും എൻ്റെ പെർഫോമൻസ് കണ്ടല്ലോ. നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി അടുത്ത ജംഗ്ഷനിൽ പോയി 2 മേടിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ അടുത്ത ജംഗ്ഷനിൽ പോയി ഞാൻ അടികൊണ്ട് ചുരുണ്ടോളാം, സത്യം. അപ്പോൾ എനിക്ക് SMS ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് ബൈജു BAIJU. പ്ലീസ് വോട്ട് ഫോർ മീ. ഓക്കെ, താങ്ക് യു. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു
നീ പോയില്ലേടി ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഇന്നും നിന്റെ വീട്ടില് കല്യാണ അലങ്കാരം, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി. ഒട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. കുതിരയ്ക്കോ കൊമ്പില്ല, മുതിരയ്ക്കോ മധുരല്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. കുതിരയ്ക്കോ കൊമ്പില്ല, മുതിരയ്ക്കോ മധുരല്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. ഉപ്പുമുളക്കില്ല, പാലിനോ കയ്പില്ല, വീണയിൽ മീട്ടാത്ത രാഗമില്ല. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. കമോൺ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി. നമുക്ക് ആ ഫ്ലൂട്ട് വായിച്ച ആൾക്കൊരു ഉമ്മ കൊടുക്കല്ലേ? പഴയകാല സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രങ്ങൾക്ക് രണ്ടാം ഭാഗം പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ഒരു പതിവ് കാഴ്ചയാണ്. സേതുരാമയ്യരും ടു ഹരിഹർനഗറും ഒടുവിലിത സാഗർ ഏലിയാസ് ജാക്കി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഇവിടെ ഒരു പഴയകാല കഥാപാത്രം രണ്ടാം ഭാഗവുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. മറ്റാരുമല്ല, ചെമ്മീനിലെ പരീക്കുട്ടി ഈസ് റീലോഡഡ്. വെളുത്തമ്മേ, നേരം വെളുത്തമ്മേ. എൻ്റെ ഈശ്വര, രക്ഷിക്കണേ എന്നെ മാത്രം. തുറയിലെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ, അച്ഛനുമില്ല, അമ്മയുമില്ല. അയ്യോ, ഞാനിന്ന് അർമാദിക്കും. ഈശ്വര, എന്റെ കൊച്ചു മുതലാളിയുടെ എൻട്രി മ്യൂസിക് ആണല്ലോ ആ കേൾക്കുന്നത്. കറുത്തമ്മേ, അതല്ല പഴയ കഥ. ഇനി വരുന്നത് ഒരു പുതിയ പരീക്കുട്ടിയാണ്. യെസ്, പരീക്കുട്ടി ഈസ് കൊച്ചു മുതലാളി പുതിയ രൂപത്തിലും ഭാവത്തിലുമാണെന്ന് പറഞ്ഞിട്ട് പഴയ മുഷിഞ്ഞ മുണ്ടും ഷർട്ടും തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. കറുത്തമ്മ, മ്യൂസിക് മാത്രമേ കാസറ്റ് കടയിൽ നിന്നും കിട്ടിയുള്ളൂ. മോഹൻലാലിട്ട പാൻറ് ഷർട്ടും ഒന്നും അവന്മാര് തന്നില്ല. ഇന്നാ ഇത് കടലമ്മയ്ക്ക് കൊടുക്ക്. കടലമ്മയ്ക്ക് കൊടുക്കാനോ? എന്ത്? അതല്ല, ഈ കടല നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ. മൊച്ചു മുതലാളി. അല്ല, കൊച്ചു മുതലാളി. കരുത്തമ്മ, നീ എന്നെ വിട്ടു പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് കൂടെ പാടി പാടി ചങ്ക് പൊട്ടിച്ചാകും. അരുത് മുതലാളി, അരുത്. അതിനു മുമ്പ് നാട്ടുകാർ നിങ്ങളെ തല്ലിക്കൊന്നോളും. ഒരു വശത്ത് FM റേഡിയോക്കാരെ കൊണ്ടുള്ള ശല്യം, മറുവശത്ത് കൊച്ചു മുതലാളിയെ കൊണ്ടുള്ള ശല്യം. കരുത്തമ്മേ, എന്റെ കൊച്ചു മുതലാളി. ഈ വിളി കാരണമാണ് ഞാൻ വണ്ണം വയ്ക്കാത്തത്. കൊച്ചു മുതലാളി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു.
എന്നെയാണോ? അല്ല, വലിയൊരു സുനാമി. കറുത്തമ്മേ, ആരുടെ സുനാമിയാടി നീ സ്വപ്നം കണ്ടത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു സുനാമിക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. കൊച്ചു മുതലാളിക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? തീർച്ചയായും. അയ്യോ, കൊച്ചു മുതലാളിയുടെ കൈക്ക് ഇതെന്ത് പറ്റി? ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോ ഒരു നത്തോലി മീൻ എന്നെ ആക്രമിച്ചു. അതിനെ നത്തോലി മീൻ ആക്രമിക്കുമോ? കരുത്തമ്മ, ഒരൊറ്റമുണ്ട് മാത്രം ഉടുത്ത് കുളത്തിലിറങ്ങി നിന്ന് നോക്കണം. അപ്പോഴറിയാം നത്തോലി മീനിന്റെ ആക്രമണം. പക്ഷേ അവറ്റകൾക്ക് എന്നെ തോൽപ്പിക്കാനായില്ല. കാരണം പരീക്കുട്ടി ഈസ് റീലോഡഡ്. എങ്ങനെയുണ്ട് എൻ്റെ ഈ പുതിയ സ്റ്റൈൽ? അരുത്, ആരെങ്കിലും വരുന്നതിനു മുമ്പ് എന്നെ ഒന്നും ചെയ്യാതെ പോകരുതേ. അയ്യോ അമ്മ. പേടിക്കണ്ട, പരീക്കുട്ടി ഈസ് റീലോഡഡ്. എങ്കിൽ ഞാൻ ചോദിച്ച കാര്യം എന്തായി? ഏത് കാര്യം? എന്റെ അച്ഛൻ ചെമ്പൻ കുഞ്ഞിന് ലാപ്ടോപ്പ് വാങ്ങാൻ കുറച്ച് പണം ചോദിച്ചിരുന്നില്ലേ? കടലിൽ പോകുന്ന നിന്റെ അച്ഛന് ലാപ്ടോപ്പ് എന്തിനാ? ഗൂഗിൾ എർത്തിൽ കയറി സെർച്ച് ചെയ്താൽ കടലിന്റെ ഏത് ഭാഗത്താണ് മീനുള്ളതെന്ന് കൃത്യമായി അറിയാം. യൂട്യൂബും ഇന്റർനെറ്റും എല്ലാം എടുത്തു കൊടുത്താൽ നിന്റെ അച്ഛൻ ചിലപ്പോൾ വഴിതെറ്റും. അത് ഞാൻ നോക്കിക്കൊള്ളാം. യൂട്യൂബോ? അല്ല, അച്ഛൻ വഴിതെറ്റാതെ നോക്കാമെന്ന്. കരുത്തമ്മേ, നിനക്കറിയാമോ, എനിക്കും ഒബാമയ്ക്കും സാമ്പത്തിക മാന്ദ്യമാണ്. എന്നിട്ടും ഒബാമയ്ക്ക് കുട്ടികളുണ്ടായല്ലോ. ഛേ, ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തിക മാന്ദ്യമാണ്. പണം ഞാൻ തരാം, പകരം എനിക്കെന്ത് തരും? എന്തും. കരുത്തമ്മ, ഇന്നാ എൻ്റെ ATM കാർഡ്. ഇതിന്റെ പിന്ന് വേണ്ട, എന്റെ ബ്ലൗസിൽ നിന്നും ഒരു പിന്ന് ഞാൻ എടുത്തോളാം. എങ്കിൽ ഞാൻ സഹായിക്കാം. എന്നെ വിട്ടു മുതലാളി, ഞാൻ പോട്ടെ. വീണ്ടും എന്നെ പറ്റിക്കാനുള്ള ശ്രമമാണല്ലേ? പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നിന്റെ സ്വഭാവം ആകെ മാറി. പക്ഷെ ഒന്നും മറക്കണ്ട, പരീക്കുട്ടി ഈസ് റീലോഡഡ്. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. മുതലാളി എന്നെ ശപിക്കരുത്. എന്റെ അച്ഛൻ മറ്റൊരാളുമായി എന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. സോറി ആസീസ് മുതലാളി, സോറി. സോറി മോളെ. ഇതൊന്നും കേട്ട് ഞാൻ ഞെട്ടില്ല. കാരണം പരീക്കുട്ടി ഈസ് റീലോഡഡ്. ആട്ടെ, എന്താണ് അവന്റെ പേര്? പഴനി. ഓഹോ, പഴനി. അവന്റെ ചേട്ടൻ മധുരയെയും തിരുപ്പതിയെയും ഞാൻ അറിയും. നിനക്കവന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൂടെ? പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം എനിക്ക് ഒരുപാട് സ്നേഹവും അതിനേക്കാളേറെ പണവും തന്നു. പണവും സ്നേഹവും ഒക്കെ ഞാനും തന്നില്ലേ? നിങ്ങൾ എനിക്ക് അത് മാത്രമേ തന്നുള്ളൂ. പക്ഷേ പഴനി എനിക്ക് മറ്റു പലതും തന്നു. എന്റെ വയറ്റിൽ നിന്റെ വയറ്റിൽ എന്റെ വയറ്റിൽ നിന്റെ വയറ്റിൽ എന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് കൊച്ചു മുതലാളി. പെഴച്ചമ്മേ, അല്ല കറുത്തമ്മേ, 21 വർഷങ്ങൾക്ക് ശേഷം റീലോഡഡായി തിരിച്ചു വന്നപ്പോൾ രണ്ടാമത് നീ എന്നെ പറ്റിച്ചു. എനിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അയ്യോ, അങ്ങനെ പറയരുത് കൊച്ചു മുതലാളി. അങ്ങിപ്പോൾ പഴയ മനുഷ്യനല്ല, പരീക്കുട്ടി ഈസ് റീലോഡഡ്. അത് കയ്യിലിരിക്കട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഈ സിനിമയുടെ പേര് മാറ്റി പുതിയൊരു പേരിട്ടു. എന്തു പേര്? കറുത്തമ്മ ഈസ് കറുത്തമ്മ ഈസ് കറുത്തമ്മ ഈസ് കറുത്തമ്മ ഈസ് ഫ്രീ ലോഡഡ്. എന്ത് പറഞ്ഞത് മനസ്സിലായില്ലേ? കറുത്തമ്മ ഈസ് ഫ്രീ ലോഡഡ് എന്ന്. ബഹളം വെക്കരുത്. എന്റെ ദൈവമേ, അതൊക്കെ ഫീൽഡാണ്. ആൾക്കാർ മാർദിക്കാൻ പറ. ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവനൊക്കെ ഇത് എവിടെ പോയി കിടക്കാൻ ദൈവമേ? രാവിലെ തൊട്ട് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിരിക്കും. ഒരു ഒറ്റ ആർട്ടിസ്റ്റിനെ പോലും ഇവിടെ ഒരു പൃഥ്വിരാജിനെ പോലത്തെ ആള് വന്നിട്ടുണ്ട് ഇവിടെ. ആരെ? പൃഥ്വിരാജിന്റെ പോലത്തെ ആള്. പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആളാ? എന്റെ ദൈവമേ, പൃഥ്വിരാജിനെ പോലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പൃഥ്വിരാജിനെ പോലിരിക്കുന്ന ആള് കയറ്റി വിടറോ പടപണ്ടാരത്തിന് ഇങ്ങോട്ട്? എടോ കടന്ന് ചെല്ലടോ. ഇതാണാടാ പൃഥ്വിരാജ്? ഇതൊരുമാതിരി വൃത്തികെട്ട രാജാണല്ലോടാ. ഇതെങ്ങാനും കടിക്കുക. ഇതെന്താണ് തലമുടി കാണിച്ചു വെച്ചേക്കണത്? സ്ട്രൈറ്റ് ചെയ്തതാ. സിനിമയിൽ അഭിനയിക്കാനായിട്ട് മുടി ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്തതാണ്. ഞാൻ ഓർത്ത് വല്ല കറണ്ട് അടിച്ചതായിരിക്കുമെന്ന്. എന്താണ് നിന്റെ പ്യാര്? സാബു. കഴിഞ്ഞിട്ടുള്ള ഭൂ. വീട്ടിലെന്ത് വിളിക്കും? വീട്ടിൽ എടാ സാബു.
എങ്ങനെ അമ്മ വിളിക്കണേന്ന്? അതല്ല, വീട്ടിൽ എത്ര പേരുണ്ട്? ഈ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. അയ്യോ, വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ട് ആരുമില്ല, ഒക്കെ വോട്ടർമാരല്ലേ. വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? അങ്ങനെ പറ. ഒരാളേ ഉള്ളൂ? ഒരു ഡസൻ. അത് ശരി. അച്ഛൻ എന്താണ് ജോലി? അച്ഛന് റബ്ബർ വികസന കോർപ്പറേഷനിലാണ് ജോലി. റബ്ബർ വികസന കോർപ്പറേഷൻ? ഈ റബ്ബർ കയറ്റുമതി ചെയ്യുക, ഇറക്കുമതി ചെയ്യുക, അങ്ങനത്തെ കോർപ്പറേഷൻ? അതല്ല, പിന്നെ ഇത് ഈ അമ്പലപ്പറമ്പിൽ പള്ളിപ്പറമ്പിലൊക്കെ പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. എന്നിട്ട് നൂലിട്ടിട്ട് കൊടുക്കും 5 രൂപ വാങ്ങും. വീണ്ടും വികസിപ്പിക്കും, നൂലിട്ടിട്ട് കൊടുക്കും 5 രൂപ വാങ്ങും. ഇത് തന്നെ പരിപാടി. ബലൂൺ കച്ചവടം, അതിനാണ് റബ്ബർ വികസന കോർപ്പറേഷൻ. ഞാൻ ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നോണ്ടല്ലേ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് എന്ത് കഴിവുണ്ട്? പാട്ട് പാടും. പാട്ട് പാടും? ഒരു പാട്ടുകാരനെ തപ്പി അടക്കായിരുന്നു ഞാൻ. ഏത് ടൈപ്പുള്ള പാട്ടാണ്? പോപ്പാണ്, റോക്കാണ്, മലയാളമാണോ, തമിഴാണോ, ഹിന്ദിയാണോ? ഇതൊന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് പാടി സ്വന്തമായിട്ട് എഴുതിയ പാട്ടുകളെ പാടാറുള്ളൂ. സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകൾ. ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? എന്റെ വീട്ടിലാണ് ഈ അയൽക്കൂട്ടം കുടുംബശ്രീയൊക്കെ നടക്കുന്നത്. അയൽക്കൂട്ടം? അപ്പൊ അവരെ കണ്ടുകൊണ്ട് എഴുതിയൊരു പാട്ട് സാറിന് ശില്പിക്കുക. ഓക്കെ, അയൽക്കൂട്ടം സൂപ്പർ സിറ്റുവേഷൻ. മോഹൻലാലിന്റെ വീട്ടിൽ അയൽക്കൂട്ടം നടക്കുന്നു. ഓക്കെ, റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. അയൽക്കൂട്ടം പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചൂലും കൊണ്ടോടി വാ ശാന്തേവാ. സീരിയല് തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തിക്കോണം, ഒലക്കേം കൊണ്ടോടി വാ ശാന്തേവാ. ശാന്തേവാ, ശാന്തേവാ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എന്നെ സമ്മതിക്കണം. പക്ഷേ ഷഡ്ജം ഇട്ടിട്ടില്ല. എന്നാന്ന്? ഈ ഷഡ്ജം ഇട്ടിട്ടില്ല. ഇട്ടിട്ടുണ്ടായിരുന്നു. ഷഡ്ജോ? ഇല്ല, ഇട്ടിട്ടില്ല. എന്റെ അമ്മച്ചിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഷഡ്ജം എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടില്ലെന്ന് എന്തേ പറഞ്ഞത്? നേരം വെളുത്ത് എന്റെ പല്ല് വെച്ച് കുളിച്ച് ബനിയൻ ഇട്ട് ഷഡ്ജം ഇട്ട്. അതല്ല, ഈ സംഗീതത്തിന്റെ ഒക്കെ ഷഡ്ജം. സംഗീതമൊക്കെ ഷഡ്ജം ഇടാൻ തുടങ്ങിയോ? അതല്ല, താൻ ഈ പാടിയപ്പോ വെള്ളി ഇട്ടായിരുന്നു. വെള്ളിയുടെ ഒക്കെ മേടിച്ചിടാനുള്ള സെറ്റപ്പ് ഒന്നും നമുക്കില്ല സാറേ. നമ്മളൊക്കെ പാവങ്ങളല്ലേ, നമുക്കൊക്കെ 10 രൂപക്ക് 5 എണ്ണം കിട്ടണത്. ഇനിയൊക്കെ പോട്ടെ. ഈ പാടി തുടങ്ങിയപ്പോ ഒരു ടെമ്പോ വന്നായിരുന്നു. പക്ഷെ പാടി തീരാതായപ്പോ വന്ന ടെമ്പോ അങ്ങോട്ട് പോയി. പൊക്കോട്ടെ, ഞാൻ ബസ്സിന് പൊക്കോളാം. ടെമ്പോയും പോട്ടെ, സംഗതികൾ കംപ്ലീറ്റ് പുറത്തായിരുന്നു. മാന്യനാണോ വിചാരിച്ച എന്നിട്ട് പറഞ്ഞത് കേട്ടോ. എടോ അതല്ല, ഇനിയൊക്കെ പോട്ടെ. നീ ട്യൂൺ ചെയ്യാറുണ്ട്? ഇടയ്ക്കൊക്കെ. ഈ കല്യാണിയാണോ കാദംബരിയാണോ ട്യൂൺ ചെയ്യാൻ കൂടുതൽ എളുപ്പം? ഇത് രണ്ടുമല്ല, പിന്നെ മടത്തറ ശാന്ത. കണ്ണ് കാണിച്ചാൽ മതി, അപ്പൊ തന്നെ പുറകെ പോന്നോളൂ. എടാ, ഇതൊന്നും വേണ്ട, സ്വന്തമായിട്ട് കഴിവുകൾ വേണം. അതുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. ശിങ്കാരിമേളത്തിന്റെ താളം കണ്ടുപിടിച്ചത് ആരാ? ഞാനല്ലേ? എങ്ങനെ? ഞാൻ എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് പണയം വെക്കാൻ കൊണ്ടു ചെന്ന്, അപ്പൊ അവിടുത്തെ കാര്യം പുള്ളി ഉരച്ചു നോക്കിട്ട് പറയാണ്, ഇത് മുക്കുകൊണ്ടാണ് നിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് എന്നും പറഞ്ഞ ഒറ്റ. അപ്പൊ തന്നെ ശിങ്കാരിമേളത്തിന്റെ താളം കണ്ടുപിടിച്ചു. നിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് ദേ എന്ന് പറയുമ്പോൾ ശിങ്കാരിമേളത്തിന് താളം കിട്ടണത്? സാറൊന്ന് പറഞ്ഞു നോക്കി. നിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് ദേ അങ്ങനെ പറഞ്ഞാൽ കിട്ടില്ല, ഇതുപോലെ പറയണം. എങ്ങനെ? നിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മലും ദേ, 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 നിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മലും ജിമിക്ക് കമ്മലും ദേ 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 ദേ. അപ്പൊ ശിങ്കാരിമേളത്തിന് താളം കിട്ടണമെങ്കിൽ നിന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും ദേ എന്ന് പറഞ്ഞാൽ മതിയല്ലേ? സാറിന്റെ അമ്മയുടെ ജിമിക്ക് കമ്മല് ദേ എന്ന് പറഞ്ഞാലും കിട്ടും. നിന്റെ അമ്മായിയമ്മയുടെ പറഞ്ഞാലും കിട്ടും കേട്ടോ. എടാ, ഇതല്ല, ഒരു ഡയലോഗ് പ്രസന്റേഷൻ ആണെന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത്. ഡയലോഗ് പ്രസവേഷൻ, ഡയലോഗ് പ്രസന്റേഷൻ. അപ്പൊ ഞാനൊരു ഡയലോഗ് പറയും, അതിന്റെ ഭാവത്തിലും തീവ്രതയിലും നീ തിരിച്ചിങ്ങോട്ട് പറയും. അതിൽ സൂപ്പറായിട്ട് ഞാൻ പറയും. ഓക്കെ, റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. നേരാ തിരുമേനി, ഈ പച്ചമ്പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഓ, കണ്ടേ പറയില്ല കേട്ടാ. പക്ഷെ സ്കൂളിൽ പോയിട്ടില്ല എന്ന് ആരും പറയും. ഇത് സിനിമയിലെ ഡയലോഗാണിത്. ആണാ? മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. എന്നാലും ആ പുള്ളി ഇത്രയും തീറ്റ തന്ന് വളർത്തിയില്ലോ. എടാ, ഇത് സിനിമയിലെ ഡയലോഗാണിത്. കൺമുമ്പിൽ വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് 2 തുണ്ടവാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. അയ്യോടാ കുരുക്കടാച്ചി വാവ, 9 വയസ്സുള്ള വാവ. മെനകെട്ടവന് ഇത് സിനിമയിലെ ഡയലോഗാണിത്. അപ്പന്റെ ശവം കഴുമരത്തിൽ നിന്ന് തോണ്ടി കൈകളിലോട്ട് വാങ്ങുമ്പോ ദീ നീളത്തിൽ ഞൊളയ്ക്കുവാ തിരുമേനി പുഴുക്കള്. ഞൊളക്കിയ പുഴുക്കളെന്ന്. അത് തന്നെ, ആ പുഴു എന്ന് പറഞ്ഞ പോകുന്ന ഭാവം ഉണ്ടല്ലോ, ആ പുഴുവിന് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യണം. പൊക്കോണം, പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കാൻ.
ഇവിടെ ചായ കുടിക്കാൻ പൈസ ഇല്ല. അപ്പഴാ പുഴുവിന് എടാ പുഴുവിന് ബൂസ്റ്റ് മേടിച്ചു കൊടുക്കുന്ന കേസല്ല, പുഴുവിന് നമുക്ക് എടുത്തു പറയണം. പുഴുവിനെ എടുത്തു പറയണം. അത് ഞാൻ ഏറ്റു. ഓക്കേ, റെഡി സ്റ്റാർട്ട് ആക്ഷൻ. നേരാ തിരുമേനി. അടിപൊളി, സൂപ്പർ. എന്റെ പുഴു സ്കൂളിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ പുഴു. എന്റെ പുഴുവിനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിച്ച് എന്റെ പുഴു ജയിലിൽ പോകുമ്പോ എനിക്ക് അന്ന് 9 പുഴു. എങ്ങനെയുണ്ടാ പുഴു? ഓടാ പുഴു. എടോ ഇവനല്ലടോ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടത്. നമ്മുടെ സിനിമയ്ക്ക് നല്ല തലയെടുപ്പുള്ളൊരു വില്ലനെ വേണം. സാറേ ഒരു വലിയൊരു ആള് വന്നിട്ടുണ്ട്. ആണോ? കേട്ടിവിടെ പടവണ്ടാരത്തിന്. സാർ അവന്റെ പേര് കേട്ട ഞെട്ടും. ആണോ? വിടവനെ ഇങ്ങോട്ട്. ശ്ശോ, ഏതാണ് ഈ വൈക്കോലും വണ്ടി? എന്തെന്നാണ് നിന്റെ പേര്? ഷിബു PP 8B ബ്ലൂ ഹൗസ്. ഞെട്ടാൻ പറ്റിയൊരു പേര് കൊള്ളാം. ഈ സിനിമയില് വില്ലൻ നീ, അവനാണ് നായകൻ. ഞാൻ ഇവനെ കണ്ടപ്പോ അവൻ പേടിക്കണ. കോക്കാച്ചി. കോക്കാച്ചിനെ മാക്കാനെ കണ്ട തിരിച്ചറിയാൻ മേലേടാ. ഇവനാണ് സിനിമയിലെ നായകൻ. അല്ല, ഇവൻ വില്ലൻ, നീ നായകൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നായകനും നായകൻ കൂടി കാറിൽ ഇങ്ങോട്ട് വരുന്നു. നായകനെ നായകൻ കാറിക്കൊണ്ട് പോകണം. കാറിക്കൊണ്ട് വരുന്നല്ല, നായകൻ നായകൻ കൂടി കാറിൽ ഇങ്ങോട്ട് വരുന്നു. വില്ലൻ ആ കാറിന് കുറുകനെ ചാടി വീഴുന്നു. കുറുകനെ. ഓക്കെ, നമുക്ക് ടേക്ക് നോക്കാം. ടേക്ക് നമ്പർ 2, സീൻ നമ്പർ 67. റെഡി, ആക്ഷൻ. ഓക്കെ, വില്ലൻ കുറുകനെ ചാടുന്നു. വണ്ടി കടി പോയതാ. കുറുക്കനെ കൊണ്ട് ചാടാനല്ല, വില്ലൻ കാറിന് വട്ടം ചാടി വീഴുന്നു. പിന്നെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ. ഒരു കാര്യം ചെയ്യ്, നീ കാറിന്റെ സൈഡിൽ മാറുന്ന ഡയലോഗ് പറഞ്ഞാ പറയാം. ആരാടാ നീ? ഷിബു PP 8B ബ്ലൂ അത് നിന്റെ പേര്, നീ ചോദിക്കണം. ആരാടാ നീ? ഒറ്റയടിക്ക് മുട്ടുകാലി എന്നോടല്ല, നീ അവനോട് ചോദിക്കണം. ആരാടാ നീ? വേടോ നല്ല രസമുണ്ട്. ഇണചേരാൻ പറ്റിയ വകുപ്പ്. സാബു. എടാ അത് നിന്റെ പേര്, നീ ഇവിടെ ക്യാരക്ടറിന്റെ പേര് പറയണം. ഇവിടെ ക്യാരറ്റ് തിന്നാ ഞാൻ മുയലാണോ? എടാ മൊയിലല്ല, നിന്റെ കഥാപാത്രത്തിന്റെ പേര് പറയണം. ഞാൻ പാത്രത്തിന്റെ പേര് പറയണം. ഇവിടെ പാത്രത്തിന്റെ പേരല്ലേ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എന്നൊക്കെ പറയണ പോലത്തെ ഒരു പ്യാര്. ഞാൻ ഈ സിനിമയിലേക്ക് വേറെ പേരുണ്ട്. വേറെ പേര്? അത് ഞാൻ കലക്കും. കറക്റ്റായിട്ട് പറഞ്ഞോളാം, കേട്ട് പഠിച്ചോളണം. ഓക്കെ. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. ഒന്ന് ഞെട്ടി ഞെട്ടി. ഈ പറഞ്ഞ സാധനം ഞാനോ? ഇത്രയും വലുതോ? ഒന്നിട്ട് പറഞ്ഞേ. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. വരണ്ടായിരുന്നു. അങ്ങനെ പറയരുത്, നിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. കോതമംഗലത്ത് പോകാൻ റെഡി. എടാ കോതമംഗലത്ത് കുമ്പളെങ്കിലും പോണ കാര്യമല്ല, ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. സാറിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കാം. എന്റെ ഒപ്പം കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ കോദണ്ഡപാണ റെഡ്ഡി. ഇത് വേണ്ട, നമുക്ക് വേറെ കളി കളിക്കാം. ഇത് ഷൂട്ടിംഗ് ആണ്. നിന്റെ സാബു എന്നുള്ള പേര് മതി. അത് മതി സാറേ. മറ്റത് പറയുമ്പോ ചെറിയൊരു ശ്വാസം മുട്ട് വന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് ഇങ്ങനെ പറയാമോ? എങ്ങനെ? ഞാൻ ഏതാണ്ട് കണ്ട ഷാട്ടി. ഇതും വേണ്ട. ഇനി നിന്റെ ഡയലോഗ്. എന്റെയാണോ? നിനക്ക് പരിഭവമാണോ അതോ പിണക്കമാണോ? നിനക്ക് പരിപ്പോട വേണോ അതോ പിണ്ണാക്ക് വേണോ? പൊറോട്ട മതിടാ. അവന് പൊറോട്ട ഇറച്ചി മതി. അയ്യോ ഇതൊന്നും വേണ്ട. ഇനി നിന്റെ ഡയലോഗ്. കടക്ക് പുറത്ത്. കടക്ക് പുറക്ക്. ഞാൻ പറയണ കേട്ട അക്ഷരസ്ഫുടതയോട് പറ. കടപ്പുറത്ത് അല്ല കടക്ക് പുറത്ത്. ഇതൊന്നും വേണ്ട. ഇവിടെ അടുത്ത ഡയലോഗ്, അതായത് നിന്റെ ഡയലോഗ്. എന്താ നിനക്കൊരു കുണ്ഠിത ഭാവം? അത് വേണ്ട, അത് വേണ്ട, ഇല്ല കുറവാ. അതാണ്. ഇനി നിന്റെ ഡയലോഗ്. നീ പോയി കിടന്നുറങ്ങ്. ഓക്കെ. എവിടെ പോണ് പറയുമ്പോ എന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട്. എടാ നിന്നോട് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാലും നിന്റെ ഡയലോഗാണ്. നീ ഇവരോട് പറയണം നീ പോയി കിടന്ന് ഉറങ്ങ്. നീ പോയി കിടന്ന് ഉറങ്ങ്. ഓക്കേടാ. ആ മുടിയെ കൂട്ടി പല്ലൊക്കെ തെച്ച് പോയി കിടന്ന് ഉറങ്ങാം.
ഇത് ഡയലോഗാണ്, കുറച്ച് കട്ടിക്ക് പറ. നീ പോയി കട്ടിക്ക് കിടന്നുറങ്ങ്. എടാ കുറച്ച് ഭാവത്തിൽ പറയാൻ. നീ പോയി ഭാവത്തിൽ കിടന്നുറങ്ങ്. എടാ അങ്ങനെയല്ല, കുറച്ച് വികാര പരവശനായിട്ട് പറ. വികാരം വികാരം കൊള്ളിക്കാനായിട്ട്. എടാ ഇത് വേണ്ട, ഡയലോഗായിട്ട് പറ. നീ പോയി കിടന്നുറങ്ങ്. നീ പോയി കിടന്നുറങ്ങ്. ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട, ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഉറങ്ങും. പിന്നെ പണി കിട്ടി. ഇതെന്റെ നാക്ക് കെട്ടുപണിഞ്ഞ് ഞാൻ ചാകാനുള്ള പരിപാടി. എടാ നിന്റെ ഡയലോഗാണ്, ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട, ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഉറങ്ങുമ്പോ ബ്ലം 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 ബ്ലം. എടാ നിന്നോട് ഇത് പറയാൻ പറഞ്ഞതല്ല, ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ഇടണ്ട, ബ്ലൂ ബൾബ് ഇട്ടാ മതി. ഒരു മെഴുകുതിരി എത്തിച്ചാ പോരെ. സീറോ ബൾബ് മതിയെന്ന്. എടാ ഇതൊന്നും വേണ്ട, ഷൂട്ടിംഗ് ഇവിടെ വെച്ച് പാക്കപ്പ് ആണ്. പാക്കപ്പ് രണ്ടുപേർക്കും അവസരമില്ല. അവസരമില്ലേ? ഇല്ല. അയ്യോ സാർ അങ്ങനെ പറയാം. പാക്കപ്പ് പറഞ്ഞാ പാക്കപ്പ്. സാറേ അങ്ങനെ പാക്കപ്പ്. എടാ ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, ഈ സാറിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ വീട് എവിടെയാണ്? ഞങ്ങളുടെ വീട് ചാലക്കുടി. ചാലക്കുടി. ഈ കഴിഞ്ഞ ആഴ്ച ചാലക്കുടി വന്നായിരുന്നു. എവിടെ? നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ബാക്കിൽ നാടകനടി രമണി ചേച്ചി താമസിക്കണല്ലേ? ഉവ്വ. ഈ രമണി ചേച്ചിയുടെ മൂത്ത മോൾ അനിതരെ പെണ്ണ് കാണാൻ വന്നത് ഞാനാ. ആണാ? ആ. എന്റെ പൊന്നു സാറേ, ആ ഫാമിലി അറിയാവുന്നോണ്ട് പറയാണ്, ആ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കേണ്ട ചീത്തപ്പേരുണ്ടാവും. ഒന്നാം തരം ഫാമിലിയെ കുറിച്ച് കുറ്റം പറയരുത്. സാറേ കൊള്ളില്ലാത്ത ഫാമിലിയാണത്. കൊള്ളാവുന്ന ഫാമിലിയെ കുറിച്ച് ഇല്ലാത്തത് പറയരുത്. സാറേ കൊള്ളില്ലാത്ത ഫാമിലിയാണത്. ഈ നാടകനടി രമണി ചേച്ചിയുടെ മൂത്ത മോൾ അനിത ഉണ്ടല്ലോ, മലബാർ ഗോൾഡാ. മനസ്സിലായില്ല. ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. രണ്ടാമത്തെ മോളുണ്ടല്ലോ അഞ്ജലി, ആലുക്കാസ് ജ്വല്ലറിയാ. മനസ്സിലായില്ല. എന്നും ഒരു പണത്തൂക്കം മുൻപിൽ. അങ്ങനെയാണ് ഇവരമ്മ രമണി ഉണ്ടല്ലോ, അറ്റ്ലസ് ജ്വല്ലറിയാ. മനസ്സിലായി. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം.